ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാം, ഡിസ്റ്റൻസ് ഇൻ എ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് ഇൻ എ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് പാത്താണ്. രണ്ട് സ്ഥലം ഞാൻ എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്തേക്ക് പോയത്, ഇപ്പോൾ നിങ്ങളുടെ കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് ഈ വീട്ടിലേക്ക് പോകാൻ എന്താണ് ഒരുപാട് വഴി കാണുമായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അടുത്തൊക്കെ കറങ്ങിയിട്ട് പെയ്യെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ പോകാം. നമുക്കിവിടെ വേണ്ടുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. ഏറ്റവും ചെറിയ പാത്ത് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് തിയറിയിൽ ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഡ്ജ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ V2 V4 എടുക്കുവാണെങ്കിൽ എനിക്ക് V2 നിന്ന് V4 പോകണമെന്ന് വെച്ചോ, എനിക്ക് ഇഷ്ടം പോലെ വഴിയുണ്ട് V2ലേക്ക് V4 പോകാം. V2 നിന്ന് V3 വഴി പോകാം, V2 നിന്ന് V1 വഴി V3 വഴി വന്ന് V5 വഴി V4 പോകാം. കറങ്ങി തിരിഞ്ഞൊക്കെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും പോകാം. പക്ഷേ എനിക്ക് എന്താണ് വേണ്ടത്? ഷോർട്ടസ്റ്റ് പാത്ത്. ഈ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ V2 നിന്ന് ഡയറക്റ്റ് എനിക്ക് V4 പോകാൻ ഒരു പാത്ത് ഉണ്ടല്ലേ. അപ്പോൾ ഇതായിരിക്കും അവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത്. ഇവിടെ പറയാം എനിക്ക് ഇപ്പോൾ DO VI VJ എന്നല്ലേ, ഞാനിപ്പോൾ പറയുകയാണ് എനിക്ക് എവിടെ നിന്ന് പോകണം? എനിക്ക് V1 നിന്ന് V4 പോകണം. അപ്പം അവിടെ ഏതൊക്കെ പാത്തുണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കാൻ പോകാം. V1 നിന്ന് V4 പോകാം. നോക്കിക്കേ, ഓക്കെ, V1 പിന്നെ V2 വന്നു, എന്നിട്ട് എനിക്ക് V4 പോവാം. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള എഡ്ജിനെ ഞാൻ നോട്ട് ചെയ്യണം, Aയും Dയും അല്ലേ. AD ഉണ്ട്. പിന്നെ എനിക്ക് വേറെ ഏത് വഴി പോകാം? എയിൽ വരാം, അത് കഴിഞ്ഞ് സിയിൽ വരാം, അത് കഴിഞ്ഞ് F അല്ലേ. ACF ഉണ്ട്. അടുത്ത് നോക്കിക്കേ, എയിൽ വന്നു, സിയിൽ വന്നു, ജിയിൽ വന്നിട്ട് H വഴി V4 പോകും അല്ലേ. ACGH. ഇനിയോ AC വരാം, G വരാം, J വഴി Iയിൽ പോകാം. അപ്പം ACGJI. അടുത്ത എനിക്കിത് ഇങ്ങനെ പോവാം. ഇവിടെ ബിയിൽ പോയി, സിയിൽ പോയി, പിന്നെ ഡിയിൽ പോയി. അപ്പം BC D. പിന്നെ BF അല്ലേ. പിന്നെ വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? B പോകാം, G പോകാം, H വഴി V4 പോകാം. അപ്പോൾ B G H ഉണ്ട്. പിന്നെയോ പിന്നെ എന്തെങ്കിലും ഉണ്ടോ? B G J I. B G J I അല്ലേ. അപ്പോൾ എനിക്ക് ഇത്രയും പാത്ത് എനിക്ക് കിട്ടി. ഇതിൽ നിന്ന് ഞാൻ എന്ത് കണ്ടുപിടിക്കണം? ഷോർട്ടസ്റ്റ് പാത്ത് എടുക്കണം. ഇവിടെ എന്താണ്? 2 ആണ്. ഇവിടുത്തെ എത്ര എഡ്ജുണ്ട്? 3 എഡ്ജുണ്ട്. ഇവിടെ 4 എഡ്ജാണ്, ഇവിടെ 4 എഡ്ജാണ്, ഇവിടെ 3 എഡ്ജാണ്. ഇവിടെ എത്ര എഡ്ജുണ്ട്? ഇവിടെ 2 എഡ്ജാണ്, ഇവിടെ 3 എഡ്ജുണ്ട്, ഇവിടെ 4 എഡ്ജുണ്ട്. സോറി, ഇവിടെ 5 കേട്ടോ, ഇവിടെ 5 ആണേ. അപ്പോൾ ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത് ഏതൊക്കെയായിരിക്കും? ADയും എടുക്കാം, എനിക്ക് BF എടുക്കാം. കാരണം കണ്ടോ, രണ്ടിലും 2 ആണ്, ബാക്കിയെല്ലാം 3ഉം 4ഉം അല്ല, അതൊക്കെ ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇവിടെ ADയും BFും ആണ് ഇവിടുത്തെ ഷോർട്ടസ്റ്റ് പാത്ത്. പിന്നെ നമ്മൾ പഠിക്കുന്ന അടുത്തൊരു ടേമാണ് മെട്രിക്. നമ്മുടെ ഈ ഡിസ്റ്റൻസിൻ്റെ ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 2 ഡിസ്റ്റൻസ് എടുക്കുക, എയും ബിയും പറയുന്ന 2 വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 2 സ്ഥലങ്ങൾ എടുക്കുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? പോസിറ്റീവ് ആണെന്ന് പറയത്തില്ലേ. അങ്ങനെ ഈ ഡിസ്റ്റൻസിൻ്റെ കുറേ ജനറൽ പ്രോപ്പർട്ടീസ് പറയുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? മെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി നോക്കി, ഇപ്പം A എന്ന് പറയുന്നതും B എന്ന് പറയുന്ന 2 വെർട്ടെക്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ഞാൻ ഇവിടെ ഒരു ലൂപ്പ് കൊണ്ടുവരാം. ലൂപ്പ് കൊണ്ടുവരുമ്പോൾ എന്താണ്? Aന്ന് ട്രാവൽ ചെയ്ത് Aയിൽ തന്നെ വരാൻ. അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്താണ്? ഡിസ്റ്റൻസ് ഇല്ല, കാരണം എങ്ങും പോകുന്നില്ലല്ലോ, Aന്ന് തുടങ്ങി Aയിൽ വരാൻ. അപ്പോൾ അവിടെ എന്തായിരിക്കും? നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് A, എന്ന് പറയുന്നത് എന്താണ്? എനിക്കൊരു 0 ആണ് കിട്ടുന്നതല്ലേ. പിന്നെ ഡിസ്റ്റൻസ് ഓഫ് A, B എന്ന് പറയുന്നത് എന്തായാലും എനിക്കൊരു പോസിറ്റീവ് വാല്യൂ എടുക്കണം. Aന്ന് Bയിലേക്ക് പോകാൻ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാൽ Aന്ന് Aയിലേക്ക് പോകാൻ അവിടെ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് 0 കിട്ടിയല്ലേ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി അതാണ്. ഡിസ്റ്റൻസ് ഓഫ് A, B എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഈ പ്രോപ്പർട്ടിനെയാണ് നോൺ നെഗറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് നോക്കിക്കേ. ഇപ്പം ഞാൻ Aന്ന് Bയിലേക്ക് പോകാനുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, അതേപോലെ തിരിച്ച് Bന്ന് Aയിലേക്ക് വരാനുള്ള ഡിസ്റ്റൻസും സെയിം ആണ്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്? സിമ്മട്രിക് പ്രോപ്പർട്ടി.
ഇനി അടുത്ത വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി നോക്കിക്കേ. ഇപ്പം ഞാൻ ഇത് എ, ഇത് ബി അല്ലേ. അപ്പം എനിക്ക് എയിൽ വേണമെങ്കിൽ ഡയറക്റ്റ് ബിയിലേക്ക് പോകാം, അല്ലെങ്കിൽ എനിക്ക് വേറെ വഴി പോവാം. ഇപ്പം ഞാൻ വേറൊരു വഴി പോവാം. ഇവിടെ സി എന്ന് പറയുന്നുണ്ടെന്ന് വെച്ചോ. അപ്പം എനിക്ക് എയിൽ നിന്ന് സിയിൽ വരാം അല്ലേ, എന്നിട്ട് സിയിൽ നിന്ന് എനിക്ക് പിന്നെ ബിയിൽ പോവാം അല്ലേ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഡിസ്റ്റൻസ് കൂടുതലായിരിക്കും. കാരണം എനിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് ഡയറക്റ്റ് പോകാൻ വഴി ഉണ്ടായിട്ട് ഞാൻ എയിൽ നിന്ന് സി പോയി പിന്നെ സിയിൽ നിന്ന് ബിയിൽ പോയി. അതാ ലാസ്റ്റ് പ്രോപ്പർട്ടി. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ് എന്താണ്, ഈ എയിൽ നിന്ന് സി വന്നിട്ട് സിയിൽ നിന്ന് ബി വരത്തില്ലേ, ആ ഡിസ്റ്റൻസിനെ കാട്ടി കുറവായിരിക്കും ഡിന്ന് എന്താണ് എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഡിസ്റ്റൻസ്. ഇതായിരിക്കും ചെറിയ ഡിസ്റ്റൻസ് അല്ലേ. അപ്പം ആ പ്രോപ്പർട്ടിയുടെ പേരാണ് എന്ത്, ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. എസെൻട്രിസിറ്റി ഓഫ് എ വെർട്ടെക്സ്. എസെൻട്രിസിറ്റി എന്ന് പറയുന്ന ടേമും നമ്മുടെ ആ ഡിസ്റ്റൻസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്, ഡിസ്റ്റൻസ് തന്നെയാണ് വേണ്ടത്. പക്ഷേ എന്ത് ഡിസ്റ്റൻസാണ് എടുക്കുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഞാൻ V1 എന്ന് പറയുന്ന ഈ വെർട്ടെക്സിനെ ഇങ്ങ് എടുക്കുക. എനിക്ക് V1ൽ നിന്ന് V3യിലേക്ക് V2ലേക്കുള്ള എടുക്കാം. V1ൽ നിന്ന് V2ലേക്ക് പോകാനുള്ള മാക്സിമം ഡിസ്റ്റൻസ് നോക്കിക്കേ 1 2 അല്ലേ. V1ൽ നിന്ന് V3യിലേക്ക് പോകാനോ 1, V1ൽ നിന്ന് V4ൽ പോകാനോ 1 2, V1ൽ നിന്ന് V5 പോകാനോ 1 2 3, V1ൽ നിന്ന് V6 പോകാനും 3. ഇനി നമ്മൾ ഡിസ്റ്റൻസ് ഓഫ് എ ഗ്രാഫിൽ എന്താ പറഞ്ഞത്, ഇപ്പം ഞാൻ 2 വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ ആ വെർട്ടെക്സിലേക്ക് പോലുള്ള ഷോർട്ടസ്റ്റ് പാത്തല്ലേ. ഇവിടെ അതല്ല, നേരെ തിരിച്ച്. ഇപ്പം V1ൽ നിന്ന് ഏറ്റവും ഫർദസ്റ്റ് ഡിസ്റ്റൻസ് നോക്കണം. ഇപ്പം നോക്കിക്കേ, ഇവിടെ ഏറ്റവും വലുത് ഏതാ 3 3. അപ്പോൾ V1ൽ നിന്ന് V6ലേക്കുള്ളതും V1ൽ നിന്ന് V5 ആയിരിക്കും ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും വലിയ വാല്യൂ ഏതാണോ അതങ്ങ് എടുത്താൽ മതി. അപ്പോൾ V1ൽ നിന്ന് V5 ആണ് ഏറ്റവും ഫർദസ്റ്റ് അല്ലേ, അതേപോലെ V1ൽ നിന്ന് V6 ആണ് ഏറ്റവും ഫർദസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും ഇതിൻ്റെ എസെൻട്രിസിറ്റി. അങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. ഇപ്പം ഞാൻ V4ൻ്റെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കുമെന്ന് വെച്ചോ. V4ൻ്റെ എസെൻട്രിസിറ്റി എനിക്ക് കണ്ടുപിടിക്കണം. V4ൽ നിന്ന് V5 പോകാൻ 1 ഉള്ളൂ. V4ൽ നിന്ന് V4ലെത്താൻ V6ൽ നിന്ന് ഞാൻ V4ലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും 1 ഉള്ളൂ അല്ലേ. ഇനി V3 നിന്നാണ് ഞാൻ V4ൽ പോകുന്നതെങ്കിലോ അവിടെയും 1 ആണ്. V1ൽ നിന്ന് V4 പോകാൻ 1 2, V2ന്ന് V4 പോകാനും 2 ആണ്. അപ്പോൾ ഇവിടുത്തെ വലിയ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, 2 ആണല്ലേ. അതായത് V1ഉം V2 ആണ്. അപ്പം V4ൻ്റെ എസെൻട്രിസിറ്റി എന്താ, V4ൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 ആയിരിക്കും. ഇതൊരു വെർട്ടെക്സ് എടുക്കുമ്പോൾ അതിൽ നിന്ന് ദൂരെ മാറി നിൽക്കുന്ന വെർട്ടെക്സ് ഇല്ലേ, ഈ വെർട്ടെക്സ് ഒക്കെ അടുത്തല്ലേ നിൽക്കുന്നത്, ഇതിനെക്കാട്ടി ദൂരെയല്ലേ ഈ V5 നിൽക്കുന്നത്. അപ്പം ഇതായിരിക്കും അതിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓരോ വെർട്ടിസസിൻ്റെ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത് നോക്കിക്കേ, സെൻറ്റർ ഓഫ് എ ഗ്രാഫ്. സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമം എസെൻട്രിസിറ്റി ഓഫ് എ ഗ്രാഫ്. മിനിമം എസെൻട്രിസിറ്റി ആർക്കാണുള്ളത് അയാളായിരിക്കും അവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഫിഗർ നോക്കിക്കുക, നമുക്ക് എയുടെ എസെൻട്രിസിറ്റി കണ്ടുപിടിക്കാം. ഡിന്ന് എയിലേക്ക് പോകാൻ 1 മതി. ബിന്ന് എയിലേക്ക് പോകാനോ 2 വേണോ അല്ലേ. യിലേക്ക് വരാൻ എത്രയാണ്, 1 ആണ്. അപ്പം എസെൻട്രിസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണെന്ന് കിട്ടിയല്ലേ. സോറി, എസെൻട്രിസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്, 2 ആണെന്ന് കിട്ടി. 2 അല്ലേ ഇവിടുത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ. അപ്പം എയുടെ എസെൻട്രിസിറ്റി 2 ആണ്. ഇനി ഞാൻ സി എടുക്കുകയാണ്. സി എടുക്കുമ്പോൾ നോക്കിക്കേ, സിയുടേത് നോക്കിക്കേ. ഇപ്പം ഞാൻ ഡിന്ന് സി വരാൻ 1 ഉള്ളൂ, എന്ന് സി വരാൻ 1 2 ഉണ്ട്. ബിന്നാണ് സിയിലേക്ക് വരുന്നതെങ്കിൽ അവിടെ എത്രയുണ്ട്, 1 2 ഉണ്ടല്ലേ. അപ്പം സിയുടെ എസെൻട്രിസിറ്റി എത്രയാണ്, ഇ ഓഫ് സി എന്ന് പറയുന്നതും 2 ആണ്. ഇനി ഞാൻ ബിയുടെ എസെൻട്രിസിറ്റി എടുക്കുകയാണെങ്കിൽ എന്ന് ബിയിൽ വരാൻ 1 2 ഉണ്ട്, ഡിന്ന് വരാൻ 1 ഉള്ളൂ, സിന്ന് വരാനോ 1 2 ഉണ്ടല്ലേ. സിന്ന് വരാനും 1 2 ഉണ്ട്. അപ്പം ബിയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, ഏറ്റവും ഗ്രേറ്റസ്റ്റ് വാല്യൂ അല്ലേ എസെൻട്രിസിറ്റി ആയിട്ട് എടുക്കുന്നത്. ബിയുടെ എസെൻട്രിസിറ്റി 2 ആയിരിക്കും. ഇനി ഞാൻ ഡിയുടെ എസെൻട്രിസിറ്റി എടുക്കുക. ഡിന്ന് എയിലേക്ക് പോകാൻ 1, ഡിയും സിയും തമ്മിലുള്ളത് 1 ആണ്, ബിയും ഡിയും തമ്മിലുള്ള 1 ആണ്. അപ്പോൾ ഡിയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 1. ഇനി എസെൻട്രിസിറ്റി എല്ലാം നോക്കിക്കേ, എസെൻട്രിസിറ്റി എന്താണ്, ഗ്രേറ്റസ്റ്റ് വാല്യൂ.
ഇനി ഈ എസെൻട്രിസിറ്റി ഇല്ലേ, ഈ എസെൻട്രിസിറ്റിയിൽ ഏറ്റവും മിനിമം വാല്യൂ ആർക്കാ ഉള്ളതെന്ന് നോക്കിക്കേ. ഇവർക്കെല്ലാം 2 ആണ്. കണ്ടേ, ഇയാൾക്ക് കണ്ടോ 1 ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്ന ആരായിരിക്കും? ഡി ആയിരിക്കും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെൻറ്റേഴ്സൊക്കെ വരാം. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ ഇവിടുത്തെ സെൻറ്റേഴ്സ് എയും ഡിയും ആയിരുന്നേനെ. അപ്പോൾ ഇവിടെ എസെൻട്രിസിറ്റി ആർക്കാണ് മിനിമം? ഡിക്കാണ് മിനിമം. ഡിക്ക് എത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പം ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് ഡി ആയിരിക്കും. ഇപ്പം ഞാൻ V1 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എസെൻട്രിസിറ്റി എത്ര? 1 2 3 4 5 ആണല്ലേ. ഇപ്പം ഞാൻ ഇനി V6 എടുക്കുകയാണെങ്കിൽ 1 2 3 4 5. അങ്ങനെ ഇപ്പം ഞാൻ ഇതിൽ ഏതൊരു വെർട്ടെക്സ് എടുത്താലും അതിൻ്റെ എല്ലാ എസെൻട്രിസിറ്റി എന്തായിരിക്കും? 5 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, എല്ലാവരുടെയും എസെൻട്രിസിറ്റി എന്താണ്? സെയിം ആണ്. നമുക്ക് എന്താ വേണ്ടത്? മിനിമം എസെൻട്രിസിറ്റി ഉള്ള ആളാണ് സെൻറ്റർ. ഇപ്പോൾ ഇവിടെ എല്ലാവരും സെയിം അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? അതിൻ്റെ സെൻറ്റേഴ്സ് ആണെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? ഇൻ എ സർക്യൂട്ട് എവരി വെർട്ടെക്സ് ഈസ് എ സെൻറ്റർ. ഇതെന്താണ്? ഒരു സർക്യൂട്ടാണ്. എന്നാൽ ഇതൊരു സർക്യൂട്ടാണോ? അല്ല. ഒരു സർക്യൂട്ടാണ് എടുക്കുന്നെങ്കിൽ അവിടെയുള്ള ഏതൊരു വെർട്ടെക്സും, അതായത് അവിടെയുള്ള എല്ലാ വെർട്ടെക്സും എന്താണ്? ഒരു സെൻറ്റർ ആയിരിക്കും. എ ഗ്രാഫ് ഇൻ ജനറൽ മേ ഹാവ് മെനി സെൻറ്റേഴ്സ്. ഒരു ഗ്രാഫ് ആയാൽ ഒരു സെൻറ്റർ തന്നെ കാണണമെന്നില്ല, ഒന്നിൽ കൂടുതൽ സെൻറ്റേഴ്സ് ഗ്രാഫിന് കാണാം. അടുത്ത സെൻറ്ററിൻ്റെ ഒരു തിയറി ഉണ്ട്. എവറി ട്രീ ഹാസ് എയ്തർ 1 or 2 സെൻറ്റേഴ്സ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് ഒരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ എസെൻട്രിസിറ്റി എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എസെൻട്രിസിറ്റി ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആൾ, അതായത് നമ്മുടെ പെൻഡൻറ്റ് വെർട്ടെക്സ് ഇല്ലേ, അതിനായിരിക്കും ഏറ്റവും എസെൻട്രിസിറ്റി കൂടുതൽ. ഇവിടുത്തെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന എഡ്ജസ് ഇതൊക്കെയല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എസെൻട്രിസിറ്റി കണ്ടോ? 6 അല്ലേ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഏതായിരിക്കും? ഏറ്റവും മിനിമൽ ആയിട്ടുള്ളത് ആരാണ്? മിനിമം വാല്യൂ ഉള്ളത് ഇതല്ലേ. അപ്പോൾ ഇതായിരിക്കും ഇവിടുത്തെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിൽ പറയുക, ഇതിലെ പെൻഡൻറ്റ് വെർട്ടെക്സ് എല്ലാം റിമൂവ് ചെയ്ത് കളയാൻ. അപ്പോൾ ഏതൊക്കെ പോകും? ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും, ഇത് പോകും. പിന്നെ ദേ ഈ 2 പോകല്ലേ. ഇതെല്ലാം പെൻഡൻറ്റ് വെർട്ടെക്സാണ്. ഇതെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതായിരിക്കും പിന്നെ എൻ്റെ ഗ്രാഫ്. ഇനി ഞാൻ ഇതിൻ്റെ എല്ലാം എസെൻട്രിസിറ്റി മാർക്ക് ചെയ്യും. ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്തായിരിക്കും? 1 2 3 4 ആയിരിക്കും അല്ലേ. ഇതിൻ്റെ എസെൻട്രിസിറ്റിയോ എന്ന് പറയുന്നത് 1 2 3 ആയിരിക്കും. ഇതിൻ്റെ എസെൻട്രിസിറ്റിയോ 1 2 അല്ലെങ്കിൽ 1 2 2 ആയിരിക്കും അല്ലേ. പിന്നെ ഇതിൻ്റെ എസെൻട്രിസിറ്റി എത്ര ആയിരിക്കും? 1 2 3 ആയിരിക്കും. ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 4 ആയിരിക്കും. 1 2 3 4 അല്ലെങ്കിൽ 1 2 4 ആയിരിക്കും ഇതിൻ്റെ എസെൻട്രിസിറ്റി. പിന്നെ ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്തായിരിക്കും? 4 ആയിരിക്കും. ഇനി ഈ 2 ഗ്രാഫും കൂടെ നോക്കിയേ. ഇവിടുത്തെ 5 ആണ് ഇവിടെ 4 ആയിട്ട് വന്നല്ലേ. ഇവിടുത്തെ 4 ഇവിടെ 3 ആയിട്ട് വന്നു. ഇവിടുത്തെ 3 ഇവിടെ 2 ആയിട്ട് വന്നു. ഇവിടുത്തെ 4 ഇവിടെ 3 ആയിട്ട് വന്നു. ഇവിടെ 5 ഉണ്ടായിരുന്നേ. അപ്പോൾ ഇവിടുത്തെ 5 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 4 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? ഈ ഗ്രാഫിൽ നിന്ന് ഒന്ന് കുറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ സെൻറ്റർ ഇവിടെ ആയിരുന്നത്, അത് ഒന്ന് കുറഞ്ഞിട്ടാണ് ഇവിടെ അതേ പൊസിഷനിൽ തന്നെയല്ലേ എനിക്ക് സെൻറ്റർ കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പോവാണ്? പെൻഡൻറ്റ് വെർട്ടെക്സിനെ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് പോകും, ഇത് പോകും, ഇത് പോകും അല്ലേ. അപ്പോൾ പിന്നെ എങ്ങനെ വരും എൻ്റെ ഗ്രാഫ്? 3 കാണും ഇവിടെ, അതായത് ഈ വെർട്ടെക്സ് കാണും, ഇനി ഈ വെർട്ടെക്സ് കാണും, പിന്നെ ഈ വെർട്ടെക്സ് കാണും അല്ലേ. അപ്പം ഇതിൻ്റെ എസെൻട്രിസിറ്റി എത്രയാണ്? 2 ആണ്. ഇതിൻ്റെ എസെൻട്രിസിറ്റിയോ 1 ആണ്. ഇതിൻ്റെ എസെൻട്രിസിറ്റി 2 ആണ് അല്ലേ. ഇനി ഇവിടുന്നും ഞാൻ എന്ത് റിമൂവ് ചെയ്യും? പെൻഡൻറ്റ് വെർട്ടെക്സ്. ഇവിടെ നോക്കിക്കേ, 3 ചെറുതായി 2 ആയി, 2 ചെറുതായി 1 ആയി, 3 ചെറുതായി 2 ആയി. ഇനി ഞാൻ ഇതിനെ ചെറുതാക്കാൻ പോകും, അതായത് പെൻഡൻറ്റ് വെർട്ടെക്സിനെ റിമൂവ് ചെയ്യാൻ പോകും. അപ്പോൾ ഇതും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ ബാക്കി നോക്കിക്കേ, ഒരേ ഒരു വെർട്ടെക്സേ കാണത്തുള്ളൂ. ബാലൻസ് ആണ്ടേ ഇങ്ങനെ വന്നു അല്ലേ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും സെൻറ്റർ. അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ നോക്കിക്കേ, എല്ലായിടത്തും ആ സെയിം പൊസിഷനിൽ തന്നെയല്ലേ നമുക്ക് സെൻറ്റർ വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു തിയറി ഓക്കെ അല്ലേ? ഹാസ് എയ്തർ 1 or 2 സെൻറ്റർ. അപ്പോൾ ഒരു സെൻറ്ററേ ഉള്ളൂ നമുക്ക് കിട്ടി. 2 സെൻറ്റേഴ്സ് വരുന്ന ഒരു കേസും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ, ഇതിൻ്റെ സെൻട്രിസിറ്റി എത്ര? ഇതിന് 1 2 3 4 5. അപ്പം ഇതിൻ്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. ഇതിൻ്റെ എസെൻട്രിസിറ്റിയും 5 ആണല്ലേ.
ഇവിടുത്തെ എസെൻട്രിസിറ്റി നോക്കിക്കേ 1 2 3 4 5 ആണ്. ഇവിടെയും 5 ആയിരിക്കും. ഈ പോയിന്റിൻ്റെ എസെൻട്രിസിറ്റി നോക്കിക്കേ 1 2 3 4. ഇവിടുത്തെ ഈ പോയിന്റോ അതും 4 ആയിരിക്കും. 1 2 3 4. ഇനി ഈ പോയിന്റിൻ്റെ എസെൻട്രിസിറ്റി എന്തായിരിക്കും? 1 2 3 ആയിരിക്കും അല്ലേ? ഈ എസെൻട്രിസിറ്റിയും 3 ആയിരിക്കും. ഇവിടെ നോക്കിക്കേ മിനിമം വാല്യൂസ് ഇതേ 3 3 ആണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? 2 സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യാൻ പോവാണ്? എൻ്റെ പെൻഡൻറ്റ് വെർട്ടക്സിനെ എല്ലാം റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെൻഡൻറ്റ് വെർട്ടക്സ് ഏതൊക്കെ? ഇത് റിമൂവായി, ഇത് റിമൂവായി, ഇത് റിമൂവായി, ഇത് റിമൂവായി അല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ ഗ്രാഫ് എങ്ങനെ വരും? ഇവിടെ ഒരു വെർട്ടക്സ് ഉണ്ട്, ഇവിടെ ഒരു വെർട്ടക്സ്, ഇവിടെ ഒരു വെർട്ടക്സ്, ഇവിടെ ഒരു വെർട്ടക്സ്, ഇങ്ങനെ ആവുമല്ലേ? ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 1 2 3 1 2 3 ആണല്ലേ? ഇവിടെയോ 1 2 ആണ്, ഇതിൻ്റെതും 2 ആണ്, ഇതിൻ്റെതും 3 ആണ്. സെയിം പൊസിഷനിൽ തന്നെയാണ് എൻ്റെ സെൻറ്റർ വന്നേക്കുന്നത്. ഒരു വാല്യൂ ഡിക്രിമെൻറ്റ് ചെയ്താണ് വന്നേക്കുന്നത്. 4 3 ആയി, ഇവിടുത്തെ 4 3 ആയി. ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എൻ്റെ പെൻഡൻറ്റ് വെർട്ടക്സിനെ റിമൂവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇത് രണ്ടും റിമൂവ് ചെയ്ത് കളയുമ്പം പിന്നെ എങ്ങനെ വരും? ഇങ്ങനെ വരുമല്ലേ? ഇതിൻ്റെ 1 ആണ്, ഇതിൻ്റെ 1 ആണ്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് മനസ്സിലായി? ഇതിന് 2 എന്തുണ്ട്? സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫ്. ഇനി ഈ സംഭവമില്ലേ, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ കേട്ടോ, ഇതല്ല നമുക്ക് എക്സാമിന് എഴുതേണ്ടത്, നമുക്ക് പ്രൂഫാണ് എഴുതേണ്ടത്. അതിന് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എഴുതി ഞാൻ ഇതിൻ്റെ കൂടെ എഴുതി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ട് ഞാൻ പ്രൂഫ് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിന് ഞാൻ ഈ ഒരു പ്രൂഫായിട്ട് കൺവേർട്ട് ചെയ്തതേ ഉള്ളൂ. ഇപ്പോൾ നോക്കിയാൽ ലെറ്റ് us കൺസിഡർ എ ട്രീ വിച്ച് ഹാസ് മോർ ദാൻ 2 പെൻഡൻറ്റ് വെർട്ടെക്സ്. മാർക്ക് സെൻറ്റർ C of T. അപ്പം നമ്മുടെ ആദ്യത്തെ ഇത് പറയുന്നത് എന്താണ്? ടി എന്ന് പറയുന്ന ഒരു ട്രീ എടുക്കുക. ഇതാണ് എൻ്റെ ടി എന്ന് പറയുന്ന ട്രീ. ഈ ട്രീൻ്റെ അകത്ത് 2ൽ കൂടുതൽ പെൻഡൻറ്റ് വേർട്ടിസസ് ഉണ്ടല്ലോ അല്ലേ? 2ൽ കൂടുതലില്ലേ? ആൻഡ് മാർക്ക് സെൻറ്റർ C of T. ഇതാണ് നമ്മുടെ അവിടുത്തെ സെൻറ്റർ അല്ലേ? ഇനി ആ പെൻഡൻറ്റ് വെർട്ടക്സിനെയൊക്കെ ഞാൻ റിമൂവ് ചെയ്യുമ്പം എനിക്ക് T1 എന്ന് പറയുന്നൊരു ട്രീ വരും. അതായത് ടി എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് പെൻഡൻറ്റ് വെർട്ടക്സിനെ റിമൂവ് ചെയ്യുമ്പോൾ എനിക്ക് T1 എന്ന് പറയുന്ന പുതിയൊരു ട്രീ കിട്ടും. ഇനി ഞാൻ ഇതേ സ്റ്റെപ്പ് ചെയ്യുക. റിമൂവൽ ഓഫ് ഓൾ പെൻഡൻറ്റ് വെർട്ടക്സ് ഫ്രം T യൂണിഫോംലി റെഡ്യൂസ് ദ എസെൻട്രിസിറ്റി ഓഫ് റിമൈനിങ് വെർട്ടിസസ് ഇൻ T1 by 1. ഈ എല്ലാ പെൻഡൻറ്റ് വെർട്ടക്സും T എന്ന് പറയുന്ന ഗ്രാഫിലെ പെൻഡൻറ്റ് വെർട്ടക്സ് എല്ലാം ഞാൻ റിമൂവ് ചെയ്തപ്പം എനിക്കവിടെ സംഭവിച്ചത് എന്തുവാ? T എന്ന് പറയുന്ന ഗ്രാഫിലെ എല്ലാ പെൻഡൻറ്റ് വെർട്ടക്സും റിമൂവ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കേ. എസെൻട്രിസിറ്റി ഓഫ് റിമൈനിങ് വെർട്ടിസസ് ഇൻ T1 by 1 അത് റെഡ്യൂസ് ചെയ്തു അല്ലേ? T1ൽ എസെൻട്രിസിറ്റി എന്തായി? ഒരു വാല്യൂ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്തു. പക്ഷേ സെൻറ്റർ നോക്കിക്കേ സെയിം തന്നെയല്ലേ നിൽക്കുന്നത്. അതാണ് പറയുന്നത് ഓൾസോ ദെയർഫോർ ദ സെൻറ്റർ ഓഫ് T1 റിമൈൻ സെയിം ആ സെൻറ്റർ ഓഫ് T ആണ് ഫ്രം T1. അടുത്ത T1ൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? റിമൂവ് ചെയ്യുകയാണ് പെൻഡൻറ്റ് വെർട്ടക്സ് എല്ലാം. അപ്പോൾ എനിക്ക് നോക്കിക്കേ T2 എന്ന് പറയുന്ന പുതിയ ട്രീ കിട്ടിയല്ലേ? അതിലും ഇതേ സംഭവമാണ് നടന്നത്. എന്താണ്? ബാക്കിയുള്ള റിമൈനിങ് വെർട്ടിസസിൻ്റെ എസെൻട്രിസിറ്റി എന്താണ്? T1 എന്ന് പറയുന്ന ഗ്രാഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ വെച്ച് കുറഞ്ഞു അല്ലേ? അതുപോലെ സെൻറ്റർ എവിടെ തന്നെയാണ്? സെയിം പൊസിഷനിൽ തന്നെയാണ് സെൻറ്ററും വന്നേക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഈ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. എപ്പോൾ വരെയാണ്? ഒന്നെങ്കിൽ ഒരു സെൻറ്റർ കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഇതേപോലെ 2 സെൻറ്റർ കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറം. ഇപ്പോൾ തിയറം ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ തിയറം വെച്ചാൽ കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറമാണ്. ഞാനൊരു ഗ്രാഫ് എടുത്തു, അതിൽ നിന്ന് പെൻഡൻറ്റ് വെർട്ടക്സ് റിമൂവ് ചെയ്യുമ്പം പുതിയൊരു ഗ്രാഫ് കിട്ടും. അപ്പോഴത്തേക്ക് അതിൻ്റെ എസെൻട്രിസിറ്റി എന്തായിരിക്കും? നേരത്തെ കിട്ടിയ എസെൻട്രിസിറ്റിയെ കാട്ടി ഒരു വാല്യൂ കുറവായിരിക്കും. പിന്നെ അതിൻ്റെ സെൻറ്റർ വരുന്നത് സെയിം പൊസിഷനിലായിരിക്കും. ഇതേ പ്രോസസ്സ് തന്നെയാണ് അടുത്ത T2 എന്ന് പറയുന്ന ഗ്രാഫ് എടുക്കുമ്പോഴും. അങ്ങനെ ഒരു സെൻറ്റർ കിട്ടുന്നവരെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലെ 2 സെൻറ്റർ കിട്ടുന്നവരെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തിയറം.